വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വത്തിക്കാൻ പോപ്പിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കത്തോലിക്ക സഭയുടെ ഭരണകേന്ദ്രമാണ്. വത്തിക്കാൻ സ്വതന്ത്ര സംസ്ഥാനമായി നിലവിൽ വന്നത് 1929 ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം. ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള തലസ്ഥാനങ്ങളിൽ ഒന്ന്. അങ്ങനെ വത്തിക്കാനെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇറ്റലിയിലെ റോം നഗരത്തിനുള്ളിൽ വത്തിക്കാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻറ്റീരിയർ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണിത്. ഈ ദേവാലയം കത്തോലിക്ക ദേവാലയങ്ങളിൽ ഏറ്റവും വിശുദ്ധമായാണ് കണക്കാക്കപ്പെടുന്നത്. ക്രൈസ്തവ ലോകത്തിലെ എല്ലാ പള്ളികളും ഏറ്റവും വലുതായി വിശേഷിപ്പിക്കുന്ന പള്ളിയാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. യേശുവിൻ്റെ അപ്പസ്തോലനായ ആദ്യത്തെ മാർപ്പാപ്പയുമായ വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരമാണ് ഈ ബസിലിക്ക. ബസിലിക്കയുടെ അകത്ത് ഉയർന്ന അൾത്താരയ്ക്ക് തൊട്ടു താഴെയാണ് വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം. അതുകൊണ്ട് തന്നെ ആദ്യകാല ക്രിസ്ത്യൻ കാലഘട്ടം മുതൽ നിരവധി മാർപ്പാപ്പമാരെയും കർദിനാൾമാരെയും ബിഷപ്പുമാരെയും സെൻറ്റ് പീറ്റേഴ്സിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഈ ബസിലിക്ക ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലും ആരാധനാ ക്രമചടങ്ങുകൾ കൊണ്ടും പ്രശസ്തമാണ്. ബസിലിക്കയോട് ചേർന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ വർഷം മുഴുവനും നിരവധി ആരാധനാക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. പോപ്പ് പുറത്തിറങ്ങി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും മറ്റ് പ്രധാന ചടങ്ങുകളെല്ലാം ചെയ്യുന്നതും ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചിട്ടാണ്. നിരവധി തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഈ ബസിലിക്ക സന്ദർശിക്കാനായി കടന്നു വരുന്നത്. ജൂബിലിയോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങളും ഈ ബസിലിക്ക സന്ദർശനം നടത്തിയത്. വിശുദ്ധ പത്രോസിൻ്റെ തോമ്പും അതുപോലെ തന്നെ മറ്റ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളെ തീർച്ചയായും കാണിക്കുന്നതാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ്.